അത്രയും നേരം പ്രേമദാസ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന മൊഹസിൻ നഖ്വി പെട്ടെന്ന് എവിടേക്കാണ് ഇറങ്ങിപ്പോയത്? സൽമാൻ ആഗ അഭിഷേക് ശർമ്മയെ കൂടാരം കയറ്റുമ്പോൾ വിടർന്ന മുഖവുമായി ഗാലറിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ അയാൾ. ബഹിഷ്കരണ നിലപാടിൽ ഉറച്ചു നിന്നാൽ മതിയായിരുന്നുവെന്ന് നഖ്വിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവുമോ? അറിയില്ല. എല്ലാം ബംഗ്ലാദേശിന് വേണ്ടി ആയതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ക്രൈം ഏതാണെന്നോ? ഒരു കഴിവുമില്ലാത്തവരെ വലിയ പണികൾ ഏൽപ്പിക്കുന്നതാണ്. കൊളംബോയിലെ തോൽവിക്ക് ശേഷം മൊഹസിൻ നഖ്വിയെ കടുത്ത ഭാഷയിലാണ് ഷുഐബ് അക്തർ വിമർശിച്ചത്. PCBയുടെ ചെയർമാനാണ് അദ്ദേഹം എന്ന കാര്യം പോലും പലർക്കും അറിയില്ല. പല താരങ്ങൾക്കും സൂപ്പർ സ്റ്റാർ പദവി കൊടുത്ത് ടീമിലെടുക്കുന്നു. അവർക്കാണെങ്കിൽ ടീമിനെ ഒറ്റ കളി പോലും ജയിപ്പിക്കാനാകുന്നുമില്ല. എന്താണ് ഇക്കൂട്ടരി കാണിക്കുന്നത് എന്നറിയുന്നില്ല. ഇങ്ങനെ നീണ്ടുപോയി അക്തറിൻ്റെ വിമർശനങ്ങൾ. അക്തർ സൂചിപ്പിച്ച സൂപ്പർ സ്റ്റാറുകൾ ആരൊക്കെയാണെന്ന് തൊട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്ത്യ പാക് പോരുകളെ നിങ്ങൾ ഇനി റൈവലറികൾ എന്ന് വിളിക്കരുത്. കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു വെച്ച വർത്തമാനമാണിത്. തികച്ചും ഏകപക്ഷീയമായി ഒടുങ്ങുന്ന പോരുകളെ നമ്മൾ എങ്ങനെ ക്ലാസിക് പോരുകൾ എന്ന് വിളിക്കും? സോ ദിസ് ഈസ് ഇൻ എ റൈവലറി എനിമോർ. ഉസ്മാൻ താരിഖിൻ്റെ മിഡിൽ സ്റ്റംപ് ഇളക്കിയ ഹാർദിക് പാണ്ഡ്യയുടെ പന്ത് ഒരിക്കൽ കൂടി ആ ഫാക്റ്റിനെ അടിവരി കിട്ടും. സാധാരണ ഇന്ത്യ പാക് പോരുകൾക്ക് മുമ്പ് വെല്ലുവിളികളും വീരവാദങ്ങളുമൊക്കെ പിച്ചിന് പുറത്തു നിന്ന് മുഴങ്ങാറുണ്ട്. സാധാരണ അതൊക്കെ വരാറ് പാകിസ്ഥാനിൽ നിന്നാണ്. കഴിഞ്ഞ തവണ ജസ്പ്രീത് ബുംറയുടെ ഒരു ഓവറിലെ 6 പന്തും ഗാലറിയിൽ എത്തിക്കാൻ ശേഷിയുള്ള ഒരാൾ തങ്ങളുടെ ആവനാടിയിൽ ഉണ്ടെന്നായിരുന്നു വീരവാദം. അയാൾക്കൊടുക്കം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇക്കുറി അഭിഷേക് ശർമ്മയെ നേരിടാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സൽമാൻ ആഗെ എത്തിയത്. അതൊരു വെല്ലുവിളിയൊന്നുമായിരുന്നില്ല. ഏഷ്യ കപ്പിൽ ഷഹീൻ അഫ്രീദി വാങ്ങിക്കൂട്ടിയതൊന്നും അയാൾ പെട്ടെന്ന് മറന്നു കളയാനിടയില്ലല്ലോ. സൂര്യ അഭിഷേകിനെ മൈതാനത്തേക്ക് ഇറക്കി വിട്ടു. അഫ്രീദിയെ പ്രതീക്ഷിച്ചു വന്ന അഭിഷേകിന്റെ മുന്നിൽ സൽമാൻ ആഗ. പാക് നായകന്റെ കെണിയിൽ അയാൾ ഒടുക്കം കുരുങ്ങി വീണു. T20 മൈതാനങ്ങളിൽ ഇന്ത്യ വീഴ്ത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം അഭിഷേകിനെ വീഴ്ത്തണം എന്നത് ലോക ക്രിക്കറ്റിലെ ജയന്റ് ടീമുകളൊക്കെ പഠിച്ച സുപ്രധാന പാഠങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ വീഴ്ത്താൻ നന്നായി ഗൃഹപാഠം ചെയ്ത് തന്നെയാണ് പാകിസ്ഥാൻ എത്തിയതും. എന്നാൽ ഇഷാൻ കിഷൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷഹീൻ അഫ്രീദിയുടെ ആദ്യ പന്തിനെ ഗാലറിയിൽ എത്തിക്കാൻ അഭിഷേക് ക്രീസിലില്ല. പക്ഷേ പതിവ് തെറ്റാതെ പന്ത് ഗാലറിയിലെത്തി. സ്ട്രൈക്കിൽ ഇഷാൻ. ആൻഡ് ദ റെസ്റ്റ് വാസ് ഹിസ്റ്ററി. ഒരു കാലത്ത് തീയുണ്ടകൾ ഏറെ ഉണ്ടായിരുന്ന പാക് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർമ്മിക്കില്ലേ? അതൊക്കെ ഓർമ്മകൾ മാത്രമാണ്. പ്രതാപകാലത്തെക്കുറിച്ച സ്മൃതികൾ അയവിറക്കി ഷുഐബ് അക്തറിനും വസീം അക്രമിനുമൊക്കെ വീട്ടിലിരിക്കാം എന്നല്ലാതെ എന്ത് പറയാൻ. പവർ പ്ലേയിലെ 5 ഓവറും സ്പിന്നർമാർ എറിയുന്ന പാക് ടീം. കളിയിലാകെ 20-ൽ 18 ഓവറും സ്പിന്നർമാർ തന്നെ പന്തെടുക്കുന്നു. ഷഹീൻ അഫ്രീദിക്ക് കൊടുത്തത് വെറും 2 ഓവർ. അതിലാണെങ്കിൽ കണക്കിന് തല്ലുവാങ്ങിക്കൂട്ടുകയും ചെയ്തു. കൊളംബോയിലേത് സ്പിന്നർമാരെ അകമടിഞ്ഞ് പിന്തുണക്കുന്ന പിച്ചാണെന്ന കാര്യമൊക്കെ ശരി തന്നെ. ഇന്ത്യക്ക് നേരിട്ട് പരിചയമില്ലാത്ത സോ കോൾഡ് മിസ്റ്ററി സ്പിന്നർ ഉസ്മാൻ താരിഖ് ആവനാട്ടിയിലുണ്ട്. എന്നിട്ടോ ലോക 2ാം നമ്പർ ബോളർ അബറാർ അഹമ്മദ് 11-ലുണ്ട്. പിന്നെയോ ഇതൊന്നും ഇഷാൻ കിഷനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിച്ചോ, നിങ്ങളുടെ ആവനാടിയിലുള്ള ആയുധങ്ങളോ ഇനി തീയുണ്ടകളോ അയാളെ സംബന്ധിച്ചിപ്പോൾ ഒരു പരിഗണനാ വിഷയമേ അല്ല. കളിക്ക് ശേഷം പാക് കോച്ച് മൈക്ക് ഹെയ്സൺ പറഞ്ഞു വെച്ചത് ഇഷാൻ കിഷനാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിച്ചത് എന്നാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അബ്രാർ അഹമ്മദിൻ്റെ 2 ഓവറിൽ ഇഷാൻ അടിച്ചെടുത്തത് 24 റൺസാണ്. 7ാം ഓവറിൽ അയാൾക്കെതിരെ ഹാട്രിക് ബൗണ്ടറി വായിച്ചാണ് ഇഷാൻ അർദ്ധ സെഞ്ചുറിയിൽ തൊട്ടത്. 9ാം ഓവറിൽ സായിം അയ്യൂബിന് ഇഷാൻ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് 81 റൺസാണ്. അതിൽ 77 എടുത്തത് ഇഷാൻ. ഡൊമിനൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കൊളംബോയിലെ പിച്ചിൽ ഇന്ത്യൻ സ്കോർ പവർ പ്ലേയിൽ 50 കടക്കുമ്പോൾ അതിൽ 42 റൺസും പിറന്നത് ഇഷാന്റെ ബാറ്റിൽ നിന്നാണ്. സൽമാൻ ആഗയുടെ ആദ്യ ഓവറിൽ പിറന്നത് വെറും 1 റൺസാണ് എന്ന കാര്യം മറന്നു പോകരുത്. 40 പന്തിൽ 77 റൺസ്, 10 4, 3 സിക്സർ. ബാറ്റിംഗ് ദുഷ്കരമാകിയ പിച്ചിൽ 192 സ്ട്രൈക്ക് റേറ്റിലാണ് ഇഷാൻ കിഷൻ ബാറ്റ് വീശിയത് എന്നോർക്കണം. ലോകകപ്പിനുള്ള ഇന്ത്യൻ 11 പ്രഖ്യാപിക്കുമ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്ന ഇഷാൻ ഇപ്പോൾ എതിരാളികൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇഷാൻ വീണതിന് ശേഷം റൺ റേറ്റ് കുത്തനെ ഇടിഞ്ഞു. തിലക് വർമ്മയും സൂര്യകുമാർ യാദവുമൊക്കെ പലപ്പോഴും ക്ലൂലെസ് ആയിരുന്നു. താങ്ക്സ് ടു ശിവൻ ദുബെ ആൻഡ് റിങ്കു സിംഗ്. അവസാന ഓവറുകളിൽ ഇന്ത്യയെ മികച്ച സ്കോറിലെത്തിച്ചത് അവർ ഇരുവരുമാണ്. കൊളംബോയിലെ കണ്ടീഷനിൽ അതൊരു മികച്ച സ്കോർ തന്നെയായിരുന്നു. ആദ്യ പന്തിൽ സായിം അയ്യൂബിന് വിക്കറ്റ് നൽകി കയറിപ്പോകുമ്പോൾ തനിക്കെതിരെ വടിയോങ്ങി നിന്നവർക്ക് ഹാർദിക് അധികം സമയം കൊടുത്തില്ല. ആദ്യ ഓവറിൽ തന്നെ സാഹിബ്സാദ ഫർഹാൻ വട്ടപൂജ്യത്തിന് സുരക്ഷിതമായി ഡ്രസ്സിംഗ് റൂമിലെത്തി. അല്ല, ജസ്പ്രീത് ബുംറ വരും വരെ കാത്തിരിക്കുന്നില്ലേ? ഇക്കുറി ഗാലറിയിലേക്ക് തോക്ക് ചൂണ്ടണ്ടേ? ഹാർദിക് അതിനൊന്നും സമയം കൊടുത്തില്ല. അടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ. സ്ട്രൈക്കിൽ പണ്ടാരോ ബുംറയുടെ 6 പന്തും അതിർത്തി കടത്താൻ കെൽപ്പുള്ളവൻ എന്ന് പറഞ്ഞ സായിം അയ്യൂബ്. ബുംറയുടെ ആദ്യ പന്ത് ഗാലറിയിലേക്ക് പായുന്നത് കണ്ട് ആരെങ്കിലും തരിച്ചിരുന്ന് കാണുമോ? ഒന്ന് സ്ലോ മോഷൻ ഇടൂ. പന്ത് അറിയാതെ ബാറ്റിൽ കൊണ്ടങ്ങ് പോയതാണ്. അടുത്ത പന്തിൽ സായിം വീണു.
അതൊക്കെയാണ് തീയുണ്ട. അതേ ഓവറിൽ ക്യാപ്റ്റൻ സൽമാൻ ആഗയെയും കൂടാരത്തിലെത്തിച്ചു ബുംറ. സമീപകാലത്ത് പാകിസ്ഥാന് വേണ്ടി നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗയുടേത് ഒരു നിർണായക വിക്കറ്റ് തന്നെയായിരുന്നു. എന്നാൽ ബുംറ അത് മതിമറന്ന് ആഘോഷിക്കാനൊന്നും നിന്നില്ല. 5ാം ഓവർ എറിയാനെത്തിയ അക്സർ പട്ടേൽ ബാബർ അസമിൻ്റെ കുറ്റി തെറിപ്പിക്കുന്നു. അതിപ്പോൾ ഒരു സാധാരണ കാര്യമായതുകൊണ്ട് പ്രശ്നമില്ല. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 34-4 എന്ന നിലയിൽ തകർന്നടിഞ്ഞു പാക് നിര. പവർ പ്ലേയിൽ പാകിസ്ഥാനായി 5 ഓവർ എറിഞ്ഞത് സ്പിന്നർമാരാണെങ്കിൽ ഇന്ത്യക്കായി ആദ്യ 4 ഓവറും എറിഞ്ഞു തീർത്തത് ഹാർദിക്കും ബുംറയും ചേർന്നാണ്. ആ ഓവറുകളിൽ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ ഖാൻ ഒന്ന് പൊരുതി നോക്കിയതൊഴിച്ചാൽ കൊളംബോയിൽ പിന്നെ എല്ലാം ഇന്ത്യയുടെ ദിശയിലാണ് ഒഴുകിയത്. 7 പാക് ബാറ്റർമാർ 2 അക്കം പോലും കാണാതെ പുറത്തായി. അതിൽ 3 പേർ സംപൂജ്യരായി മടങ്ങി. ഇന്ത്യക്ക് 20 ഓവർ തികച്ചെറിയേണ്ടി വന്നതുപോലുമില്ല. 18 ഓവറിൽ കഥ തീർത്ത് കയ്യിൽ കൊടുത്തു ഇന്ത്യ. റിങ്കു സിംഗ് ഒഴികെ പന്തെറിഞ്ഞവർക്കൊക്കെ വിക്കറ്റ്. അതിൽ 4 പേർക്ക് 2 എണ്ണം വീതം. ദ ഡൊമിനേഷൻ കണ്ടിന്യൂസ്. മത്സരത്തിന് ശേഷം ഷാഹിദ് അഫ്രീദിയുടെ സ്വരം കടുത്തു. ബാബറിനെയും ഷഹീനെയും ഷതാബിനെയും ഒക്കെ എടുത്ത് പുറത്തുടൂ എന്നയാൾ തുറന്നടിച്ചു. നമീബിയക്കെതിരെ ഈ സോ കോൾഡ് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ബെഞ്ചിലിരുത്തി യങ്സ്റ്റേഴ്സിന് അവസരം നൽകണമെന്നാണ് അഫ്രീദി പറയുന്നത്. ഇങ്ങനെ തോൽക്കുന്നതിനേക്കാൾ നല്ലത് ബഹിഷ്കരണമായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവെ പാക് ആരാധകർക്കിടയിലുണ്ട്. TV തല്ലിപ്പൊട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണല്ലോ. നമ്മൾ ഈ ചിത്രത്തിലില്ല.